ചർച്ച്ഗേറ്റിൽ മഹാലക്ഷ്മിയിലേക്കുള്ള ദൂരം ശരിക്കും സോറി ഈ കാണുന്നതാണ് ബാന്ദ്ര വേർലി സീ ലിങ്ക്. ഹലോ, നമസ്കാരം. എന്നൊരു പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ബോംബെയിൽ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോഴുള്ളത് ഞാൻ വസായിന്ന് ചർച്ച് ഗേറ്റിലേക്ക് വന്നതാണ്. ചർച്ച് ഗേറ്റിൽ നിന്ന് വേണം ഇനി ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് വേർലി എക്സ്പ്രസ് വേ കാണണം. പിന്നെ ഹാജി ഗലി എന്ന് പറഞ്ഞ മസ്ജിദ് ദർഗ ഉണ്ടല്ലോ, അത് രണ്ട് കാണാനാണ് പ്ലാന്. അപ്പോൾ ഇവിടുത്തെ ആദ്യം ചർച്ച് ഗേറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ചർച്ച് ഗേറ്റിന്റെ പിന്നെ റെയിൽവേ സ്റ്റേഷന്. മഞ്ഞ ടാക്സി കണ്ടില്ലേ? ഇവിടുത്തെ പ്രസിദ്ധമായ ബോംബെയിലെ പ്രസിദ്ധമായ മഞ്ഞ ടാക്സികള്, ബസ് സർവീസും ഒക്കെ ഉണ്ട്. മുംബൈ റെയിൽവേ വികാസ് കോർപ്പറേഷൻ ബിൽഡിംഗ് ആയി കാണുന്നത്. ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. ചർച്ച് ഗേറ്റിന് മുമ്പ് തന്നെയുള്ള ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ, റോഡ് സൈഡ് കച്ചവടം. ഇവിടെ കുറച്ചുകൂടെ ക്ലീൻ സിറ്റിയാണ്, ശരിക്കും ക്ലീൻ ഏരിയ ആണ്. इसका नाम क्या है भैया? नाम क्या है इसका? सेरो. ഒരു സ്വീറ്റ് ഐറ്റമാ? ക്രിസ്പി ഐറ്റമാ? ക്രിസ്പി ഐറ്റമാണ്. നല്ല ഏകദേശം ഒരു നൂഡിൽസിന്റെ ടൈപ്പ് ഉണ്ട് കാണാൻ. ഇപ്പൊ ഞാൻ എത്തിയത് ചർച്ച് ഗേറ്റ് സ്റ്റേഷന്റെ ഉൾഭാഗത്ത്. ഇനി അവിടെ പോയിട്ട് എനിക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വേർലിയിലേക്കാണ് ടിക്കറ്റ് എടുക്കുക. വേർലിയിൽ പോയി കഴിഞ്ഞാലാണ് ഈ ദർഗ പിന്നെ എക്സ്പ്രസ് വേ ഒക്കെ ഉള്ളത്. അപ്പൊ ജസ്റ്റ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം. वेरली जाने का है, बट आई हैव टू गो टू महालक्ष्मी मे बी. 5 रुपए है. ചർച്ച് ഗേറ്റിൽ നിന്ന് മഹാലക്ഷ്മിയിലേക്കുള്ള ദൂരം ശരിക്കും സോറി നോ പ്രോബ്ലം. No, I'm not shooting, just for YouTube. नहीं है. Okay. I starting only, no problem. ഇവിടുത്തെ ജീവിത രീതി വേറൊരു ടൈപ്പാ. കണ്ടില്ലേ? ഓഫീസിലൊക്കെ പോകുന്നവരാണുള്ളത്. ഞാൻ ചർച്ച് ഗേറ്റിന്റെ റെയിൽവേ സ്റ്റേഷൻ ഉൾവശത്താണുള്ളത്. ഈ ട്രെയിനില്ലേ, ബാക്കിൽ നിന്ന് ട്രെയിനിലാണ് എനിക്ക് കയറുന്നത്. ഇതിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം പിന്നെ ബസ്സോ ടാക്സിയോ ഒക്കെ പിടിച്ചതിന് ശേഷം പിന്നെ ഈ ദർഗ അല്ലെങ്കിൽ വേർലി എക്സ്പ്രസ് വേ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാനാണ്. ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി പോകുന്നത് മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ്. ശരിക്കും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. സത്യത്തിൽ ചർച്ച് ഗേറ്റിൽ പോകേണ്ട അത്യാവശ്യം വന്നിട്ടില്ലായിരുന്നു. എനിക്ക് ബോംബെ സെൻട്രലിൽ വന്നതിന് ശേഷം മഹാലക്ഷ്മി സ്റ്റേഷനിൽ പോയാൽ മതിയായിരുന്നു. പലതരം പുളികളാണ്. ഈ ടാമറിൻ പുളിയാ? पुली क्या नाम है इसका? इमली। हाँ इमली, हाँ ओके। ये सब इमली है? ये इमली है। वो डिफरेंट है।
ആ ഓക്കെ ഓക്കെ. പലതരത്തിലുള്ള പുളികളാണ് കാണുന്നത്. അതിന്റെ കൂടെ മാങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട്. 10 റുപ്യ ഒന്നിന്. മഹാലക്ഷ്മിക്ക് പോകാൻ ടാക്സി ഉണ്ട് ഇവിടെ. ഇനി വേണമെങ്കിൽ ബസ്സിലും പോകാൻ പറ്റും. ബസ് ഉണ്ടോ നോക്കട്ടെ ഫസ്റ്റില്. മഹാലക്ഷ്മി സ്റ്റേഷനിൽ മുംബൈയിലെ നമ്പർ 11 എന്നതിന് അറിയപ്പെടുന്നത്. भैया कितना 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 एक आदमी कितना 20 ഹാജി ഗലിക്കുള്ള ടാക്സിയിലാണ് പോകുന്നത്. ഒരാൾ പോവുകയാണെങ്കിൽ 200 റുപ്യാണ്. ഇപ്പൊ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ ജസ്റ്റ് 4-5 പേരുണ്ടല്ലോ അതിലേക്ക്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് 20 റുപ്യുള്ള ഒരാൾക്ക്. ബസ്സിൽ പോവാം, പക്ഷെ ബസ് ഭയങ്കര തിരക്കാണ് കാണുന്നത്. ചില 10 റുപ്യ അങ്ങനത്തെ എന്താ പോയിട്ടായിരിക്കും. ആണ് ഹാജി ഗലിക്കുള്ള റോഡ്. ഹാജി അലി ദർഗ അല്ലെ മോസ്ക് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ കയറി മഹാലക്ഷ്മി സ്റ്റേഷൻ ഏകദേശം 2 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ഹാജി അലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ആ സ്ഥലത്തിന്റെ പേരും എല്ലാം ഒരേ ഒന്ന് തന്നെയാണ് ശരിക്കും. പിന്നെ ദർഗന്റെ പേരും ആ സ്ഥലത്തിന്റെ പേരും ഒക്കെ അറിയപ്പെടുന്നത് ഹാജി അലി എന്നാണ്. ടാക്സി ഇറങ്ങിയതിന് ശേഷം റോഡ് ക്രോസ് ചെയ്തിട്ട് പോകണം. ക്രോസ് ചെയ്ത് അപ്പുറം എത്തിയതിന് ശേഷമാണ് പിന്നെ വേറൊരു സബ്വേ ഉണ്ട്. ആ സബ്വേ വഴിയാണ് പിന്നെ ഹാജി അലിയിലേക്ക് എത്തുക. ഹാജി അലി ഉള്ള ജംഗ്ഷനാണിത്. ഇതങ്ങോട്ടേക്ക് ഹാജി അലി എന്ന സ്ഥലം തന്നെ പേരും പറയാം. ഞാൻ വളരെ മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഒന്നും ഓർമ്മയില്ല, എങ്ങനെ വന്ന എന്താ വന്നൊന്നും ഇപ്പൊ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഈ സബ്വേ ഇല്ല, ഇതാ ഈ സബ്വേ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഇതിലേക്ക് എത്തും. ഹാജി അലിക്ക് പോകുന്നതിന്റെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ അടിയിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ല, ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. നല്ല സൗണ്ട്, എന്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. ഭയങ്കര ബിസിനസ് നടന്നുകൊണ്ടിരിക്കുക പല തരത്തിലുള്ള. ഈ കാണുന്നതാണ് ഹാജി അലി ദർഗയുടെ മുമ്പിലുള്ള ടൗൺഷിപ്പ്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റേഷന് ജസ്റ്റ് അടുത്തായിട്ടാണ് വരുന്നത്. ഹാജി അലി ദർഗന്റെ എൻട്രി ആണ് ഈ കാണുന്നത്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് തന്നെ കാണുന്ന മസ്ജിദാണ്. ഇവരെ തന്നെ മസ്ജിദാണ്. അങ്ങോട്ട് പോയാൽ പിന്നെ വേറെ മസ്ജിദ് ഉണ്ട്, പിന്നെ ദർഗകളുണ്ട്. ഫസ്റ്റ് തന്നെ എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഹാജി അലി ദർഗ ട്രസ്റ്റ് കിനാര മസ്ജിദാണ് കാണുന്നത്. ഇതാണ് ചാദർ എന്ന് പറയുന്നത്. ദർഗന്റെ മേലെ വിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഈ ഫോട്ടോയിൽ കാണിച്ചു തരതാ. ഇതുപോലെ ചാദർ ഇവര് വാങ്ങിച്ചിട്ട് പോവുക ചെയ്യാ. വാങ്ങിച്ചിട്ട് അതിന് മേലെ ഇവര് വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിന്റെ സൈഡിലൊക്കെ. നല്ല തിരക്കാണ്. എല്ലാ ജാതി മതക്കാരും വരുന്നൊരു സ്ഥലമാണ് ഹാജി അലി. സൈഡിലൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകളാണ് കാണുന്നത്. ദർഗയായിട്ട് റിലേറ്റഡുള്ള മുഴുവൻ സാധനങ്ങളാണ് ജാസ്തി ഉള്ളത്. എൻ്റെ അടുത്ത് ചെറിയ ഷോറൂമുകളൊക്കെ കാണുന്നുണ്ട്, ചെറിയ ചെറിയ ഷോപ്പുകൾ, ഷൂസ്, ചാദറുകള്, അതിനൊക്കെയുള്ള പൂമാലകളുണ്ട്. പൂവിടും, ദർഗക്ക് ഇടുന്ന മാലകള്, അങ്ങനത്തെ കച്ചവടങ്ങളാണ് ജാസ്തി. ഓരോ ഏരിയയിൽ ഓരോ മാതിരിയാണ് ഉണ്ടാവുക. ഇപ്പൊ കടലിലേക്കുള്ള ഭാഗത്തേക്കുള്ള എൻട്രി ആണിത്. ഈ വേർലി, ബാന്ദ്ര,
സീലിങ്കിൻ്റെ അടിയിൽ കൂടെ ഉള്ള ഈ അണ്ടർവേ അല്ലേ, അണ്ടർപാസ്. ഈ അണ്ടർപാസ് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ അലി ദർഗ കിട്ടുന്നത്. അപ്പോൾ അത് ശരിക്കും 6 വരി പാതയാണ്. 6 വരി പാതൻ്റെ അടുക്കൂടെ എത്ര ദൂരത്തേക്ക് ദർഗയിലേക്ക് മാത്രമായിട്ട് സബ്വേ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കും. സബ്വേ ഇങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കടല കാണുന്നത് ഇതല്ലേ. സംഭവം അടിപൊളി സീൻസ് ആണ്. ഇതാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് പിന്നെ നെക്സ്റ്റ് കിട്ടുന്നതാണ് കടലിത. ഈ കാണുന്നതാണ് ബാന്ദ്ര വേർലി സീ ലിങ്ക്. ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിൽ 2009 ഇത് കൺസ്ട്രക്ഷൻ നടന്നത്. ഏകദേശം വേൾഡിൽ ഫേമസ് സീ സൈഡ് കൂടെ ഉള്ള ബ്രിഡ്ജായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം ഇത് അലി ദർഗ അല്ലേ, ദർഗൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബ്രിഡ്ജ് പണിതത്. വളരെ അടുത്തടുത്ത സൈറ്റാണ് ശരിക്കും. ആ ലോങ്ങിൽ കാണുന്ന ആ മിനാറുള്ളതാണ് ഹാജി അലി ദർഗ അല്ലെങ്കിൽ മോസ്ക് എന്ന് പറയുന്നത്. കടല് കണ്ടില്ല, ഇപ്പോഴും വെള്ളം ഇറക്കാണ് ശരിക്ക്. വെള്ളം വേലി വന്നു കഴിഞ്ഞാൽ ഈ വഴികളൊക്കെ കടൽ വെള്ളം കയറിട്ട് അപ്പം അങ്ങോട്ടേക്കുള്ള പ്രവേശനം കുറച്ച് ബുദ്ധിമുട്ടാണ് സമയത്ത്. ഇവിടെ മുട്ടിനിറക്കൊക്കെ വെള്ളം വരും, വെള്ളം വല്ലാത്ത വേലി ഉണ്ടാകുമ്പോഴെന്നാണ് പറയുന്നത്. വഴി നീളെ യാചകരാണ് ശരിക്കും. കയ്യില്ലാത്തവര്, കാലില്ലാത്തവർക്ക്, നല്ല നല്ല ആരോഗ്യമുള്ളവർ പലരും വന്നിട്ട് ഇവിടെ ഭിക്ഷാടനം നടത്തും. ये क्यों कॉइन्स चिल्लरा रखा वो लोग देता है? എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഹാജി അലി ദർഗ. ഇത് ഏകദേശം കടൽ തീരത്ത് നിന്ന് 500 മീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും ഇവിടെ വെള്ളം ഇറക്കം പ്രതിഭാസം ഉണ്ടാവും ദിവസം 2 നേരം. ജനങ്ങളൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ കരയിലൊക്കെ പോയി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം കയറി കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ദ്വീപ് പോലെ ആവും. ഭയങ്കര സൗന്ദര്യമാണ് കാണാൻ. എന്താണ് ഈ ദർഗയുടെ ചരിത്രം എന്ന് നമ്മൾ പരിശോധിക്കുക. ഏകദേശം 1431 ഒരു സൂഫി വര്യനുണ്ടായിരുന്നു. അവരുടെ പേരാണ് ശരിക്കും ഹാജി അലി ഷാ ബുഖാരി. അവർ ബുഖാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇവിടേക്ക് വന്നത്, ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാൻ. അവർ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. പല രാജ്യങ്ങളും അവർ സന്ദർശിക്കും. അങ്ങനെ പല രാജ്യങ്ങളിലും പോകുന്ന വഴിക്കാണ് ബോംബെയിലെത്തുന്നത്. ഒരു ചരിത്രം എന്താ പറയുന്നത് വെച്ചാൽ, ഏതോ രാജ്യത്ത് വെച്ചിട്ട് ഇവരൊരു സ്ത്രീനെ കാണാണ്. ആ സ്ത്രീ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു, വല്ലാതെ വിഷമം പിടിച്ച് നിൽക്കുന്നത്. എന്താണ് പ്രശ്നം എന്ന് സൂഫി ചോദിക്കുകയാണ് അവരുടെ അടുത്ത്. അപ്പം അവർ പറയുന്നതാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവ് എന്നെ പുറത്താക്കിയതാണ്, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ കാരണം പറയുന്നത് എന്തോ ഓയിൽ ഉണ്ടായിരുന്നു, ഓയിലിന്റെ ഡബ്ബ മറിഞ്ഞ് താഴെ വീണു അതിന്. അങ്ങനെ ആ പരിസരത്ത് നിന്ന് ഇവരും വിഷമം തോന്നിയതിന് ശേഷം ഈ സൂഫി വര്യൻ അവരെയും കൂട്ടിയിട്ട് അവരെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ നിലത്ത് ചെതറിക്കിടക്കുന്ന ഓയിൽ കണ്ടിട്ട് അവര് ആ ഓയിൽ തിരിച്ച് എന്തോ വരെ മനസ്സിലെന്തോ തോന്നി, എന്താന്നറിയില്ല, ഒരു പ്രതിഭാസം പോലെ ആ ഓയിൽ തിരിച്ച് ബോട്ടിലേക്ക് ഇങ്ങനെ പോവുക. അങ്ങനെ എല്ലാവർക്കും, അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് ഒരു വല്ലാത്തൊരു അതിശയം തോന്നി. അങ്ങനെ ഇത് ക്രമേണ അങ്ങനെ പല പ്രവൃത്തികളും ഇങ്ങനെ വന്ന് അപ്പൊ ഇവർക്ക് മനസ്സിലായി എനിക്കെന്തോ ഒരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ ഒരിക്കലും ഇയാൾ മാനസിക വിഷമം വന്ന്, ഞാനിങ്ങനെ പല പ്രവൃത്തിയും ചെയ്യുന്നത്, എൻ്റെ പ്രവൃത്തി ഈ ഭൂമിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇയാൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ വരികയാണ്.
അങ്ങനെ ക്രമേണ ഇയാൾ ബോംബെയിലേക്ക് വരിക. അയാളെ കൂടെ ബ്രദറും ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രദർ കുറച്ചാലം നിന്ന് പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ഉമ്മക്ക് കത്ത് കൊടുത്തയക്കാണ് അവര്. ഞാനിനി അങ്ങോട്ടേക്ക് വരുന്നില്ല, ഞാൻ ഈ ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്, അപ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഇസ്ലാമിക പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ പ്രചാരണത്തിനും വേണ്ടിയിട്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് വരുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തയക്കാണ്. അതാണ് ശരിക്കും ഇതിന്റെ ചരിത്രം. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റത് ഉൾഭാഗങ്ങളിലൊക്കെ കാണിക്കാൻ ശ്രമിക്കാം, കാരണം ഉള്ളിലേക്ക് വീഡിയോ അലൗഡ് അല്ല. എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് മെയിൻ ഗേറ്റിലേക്കുള്ള വഴി, ഉൾഭാഗത്തേക്കുള്ള വഴി. ഒരു വലിയൊരു ഗേറ്റ് ഉണ്ട്, അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് ഉസ്താന ഹസ്രത്ത് പീർ ഹാജി അലി ഷാ ബുഖാരി എന്ന് എഴുതി വെച്ചത്. അവരുടെ പേരാണ്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാത്ത ഒരുപാടുണ്ട്, 1 2 3 4 പോളറോയിഡ് ഫോട്ടോ എടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നോക്കി, അവിടെ ശരിക്കും ചെറിയൊരു ഓഫീസ് സെറ്റപ്പ് മാതിരി അവിടെ ചെയ്യുന്നത്. ഓഫീസറൊക്കെ അതിശയിച്ച് പോകുന്നുണ്ടോ, ഫുള്ള് പ്രിന്റർ, എല്ലാ സാധനങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്നതാണ് ഹാജി അലി ദർഗ. അവരെ ശവകുടീരം വെച്ചതാണ്. അതിന്റെ മുകളിൽ ചാദറുകൾ ഇട്ടില്ലേ, ചാദറാണ് പ്രത്യേക ഒരു പുതപ്പാണ്. അതിങ്ങനെ കൂടി അവിടെ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടും അപ്പുറത്തെ കണ്ടില്ല, അപ്പുറത്തെ ക്യൂലാണ് ലേഡീസിന് കാണാനുള്ള സൗകര്യമുള്ളത്. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് അല്ലാതെ കിടക്കുന്നത്. ഇതാണല്ലേ മസ്ജിദ്, പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാർബിളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ മാർബിൾ രാജസ്ഥാനിൽ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നത്, താജ്മഹൽ ഉണ്ടാക്കിയേക്കാൻ ഉപയോഗിച്ച മാർബിൾ എടുത്ത അതേ സ്ഥലങ്ങളിലാണ് എടുത്തതെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് അലി അജീഷ ബുഖാരി പറഞ്ഞ അവരുടെ ദർഗൻ്റെ ഉള്ളിൽ അപ്പുറത്തെ മസ്ജിദ്.
ദർഗ അപ്പുറത്താണത്. ഇതാണല്ലേ കടലിനോട് ചേർന്ന്, കടലില് ഇതാണല്ലേ എല്ലായിടത്തും ഉണ്ട്. ഫോട്ടോഗ്രാഫിയും പ്രിന്റിങ്ങും ഒക്കെ എല്ലായിടത്തും നടക്കണ്ട, എല്ലാ ഭാഗത്തും ഉണ്ട്. വലിയൊരു ബിസിനസ്സാന്ന് തോന്നുന്നത്. ഇതല്ലേ ഈ കാണുന്നതാണ് വേർലി എക്സ്പ്രസ് വേ. ഇത് രണ്ടും അടുത്തടുത്താണ് ഉള്ളത്. ബിൽഡിങ്സ് ഒക്കെ കാണാനല്ല, ഫുള്ളായിട്ട് നല്ല ജനങ്ങൾ മുഴുവൻ എക്സ്കർഷൻ വന്ന പോലെ. സത്യത്തില് ഇതൊരു ദർഗയാണെന്നുള്ള യാതൊരു ബോധവും ഇല്ല എന്ന് പറയാം. ദൂരെ ദൂരെ നിന്ന് വന്ന സ്ഥലങ്ങളിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഇത് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഈ കടലാണല്ലേ ശരിക്കും വെള്ളം ഇങ്ങോട്ടേക്ക് പൊങ്ങിപ്പോരും. വെള്ളം വേലിയാവുന്ന സമയത്ത് ഫുള്ള് പൊങ്ങുക ചെയ്യുക. ഇപ്പം വെള്ളം വേലി സമയമെല്ലാം ഇറക്കായിരിക്കും, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. നല്ലൊരു വ്യൂ ആണ് ശരിക്കും. കടലിന്റെ ഉള്ളിലേക്ക് ഒരു 1/2 കിലോമീറ്റർ ഉൾഭാഗത്തേക്കാണ് ഇത് കയറി നിൽക്കുന്നത്. ബാക്ക് സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പുറത്ത് കാണുന്ന പാലങ്ങളില്ലേ, അതാണ് ഇപ്പൊ പുതുതായിട്ട് കുറച്ച് 1-2 വർഷം പറ്റായിട്ടുള്ളൂ ഉണ്ടാക്കിയ വേർലി എക്സ്പ്രസ് വേ എന്ന് പറയും. കോസ്റ്റ് വേ അങ്ങനെ എന്തോ പേരുണ്ട് ഇതിന്. എല്ലാ ജാതി ഭേദമന്യേ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് പൂക്കൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. 50 റുപ്യ, 100 റുപ്യ, 200 റുപ്യൊക്കെ ഉണ്ട്. कितने वाली है? 50 रुपया, चादर 100, 150, 200, 250, 500 ले लो। 30 रुपए का पीगा, 2 मिनट में मिलेगा। निच्चा ना मिलेगा, निच्चा ये इधर इधर। ये भाई ऑनलाइन पैसा हमारे പോളറൈഡ് ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ കൂടെ ജീവിക്കുന്നവർ അല്ല, ഇത് പ്രിന്റ് ഒരുപാട് പേരുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് ഇഷ്ടം പോലെ പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ. पहले फोटो निकालो, पहले एक फोटो निकालो उसके बाद देखिए। അപ്പോൾ ഹാജി അലീൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കവാലി പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും ഹാജി അലി എന്ന് പറഞ്ഞാൽ ബോംബെൻ്റെ ശരിക്കും ഒരു ഏറ്റവും വലിയൊരു ലാൻഡ് മാർക്കാണ്, ഒരു അടയാളമാണ് ശരിക്കും. അപ്പോൾ ഇത് കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നാളെ നല്ലൊരു ഡെസ്റ്റിനേഷനിൽ പോകണം ബോംബെയിലത്തെ. അപ്പോൾ കുറച്ച് ദൂരെ യാത്രയാണ്, ബസ് ട്രെയിനൊക്കെ ആശ്രയിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ ബാക്ക് ഡ്രോപ്പിലാണല്ലേ ജനം ഇങ്ങനെ ഒഴുകുന്നുണ്ടോ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണാം. മസ്ജിദും വഴിയും ഇത് ഇവിടെ കാണുന്ന ഇപ്പോൾ ഈ ബീച്ച് ഇത് കടലിൻ്റെ തീരെ കാണുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളം വേലി ആയിട്ടില്ല, ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. അത് ആ ഹൈറ്റിൽ വരെ റോഡ് വരെ മുങ്ങും ശരിക്കും. പക്ഷേ ഇപ്പോൾ രാവിലെ 9 മണി 12 മണിക്ക് കിടക്കുകയാണല്ലോ ഇപ്പോൾ വെള്ളം വേലിയുള്ളത്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഇപ്പം സാധാരണമാതിരി ഡ്രൈ ആയി നിൽക്കുക ഈ കരകൾ. അതാണ് ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ ജനങ്ങൾ എത്ര ഒഴുകുന്നത്. എന്തായാലും എപ്പിസോഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ നല്ലൊരു ഡെസ്റ്റിനേഷൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണണം, സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.